ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ചന്ദ്രശേഖര വെങ്കട്ട രാമൻ എന്ന സി.വി. രാമൻ തൻ്റെ നോബൽ സമ്മാനത്തിന് നിദാനമായ രാമൻ ഇഫക്റ്റ് എന്നറിയപ്പെടുന്ന പ്രകാശപ്രകീരണം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന ശാസ്ത്ര പ്രതിഭാസം കണ്ടെത്തിയത് 1928 ഫെബ്രുവരി 28 ആ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 28 ഇന്ത്യയിൽ ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നു. ശാസ്ത്രവിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ദേശീയ ശാസ്ത്ര സാങ്കേതിക വിനിമയ കൗൺസിൽ ആണ് ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. പ്രസ്തുത സമിതിയുടെ ആവശ്യപ്രകാരം 1987 മുതലാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി രാജ്യമൊട്ടാകെ ആഘോഷിച്ചു തുടങ്ങിയത്. ഓരോ വർഷവും പ്രത്യേക വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ച മൂലമുണ്ടായിട്ടുള്ള പുരോഗതി സംബന്ധിച്ച് ജനങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള വേദിയൊരുക്കുക, ദൈനംദിന ജീവിതത്തിൽ ശാസ്ത്രത്തിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ജനതയെ സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് ശാസ്ത്ര ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചരമദിനം. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയും 2 പ്രാവശ്യം രാഷ്ട്രപതിയായ ഏക വ്യക്തിയുമായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1863 ഫെബ്രുവരി 28 അന്തരിച്ചു. 1884 ഡിസംബർ 3 ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടി. ഗാന്ധിയൻ ആദർശങ്ങളിൽ ആകൃഷ്ടനായി ഗാന്ധിജിയുടെ ഉറച്ച അനുയായിയും സ്വാതന്ത്ര്യസമരത്തിലെ സജീവ സാന്നിധ്യവുമായി. ഗാന്ധിയൻ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും ലളിതമായ ജീവിതശൈലിയും ബീഹാർ ഗാന്ധി എന്ന പേര് നേടിക്കൊടുത്തു. 1946 സ്വാതന്ത്ര്യ പ്രാപ്തിയുടെയും ഭരണമാറ്റത്തിൻ്റെയും മുന്നോടിയായി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയായി. 1946 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമപണ്ഡിതനായ അദ്ദേഹം 1946-49 കാലഘട്ടത്തിൽ ഭരണഘടനാ നിർമ്മാണ ഘട്ടത്തിൽ നിസ്തുലമായ സംഭാവനകൾ നൽകി. ആ പദവിയുടെ തുടർച്ച എന്ന നിലയിലാണ് 1950 ഇന്ത്യ റിപ്പബ്ലിക്കായപ്പോൾ പ്രസിഡൻ്റായി അദ്ദേഹം നിയോഗിക്കപ്പെടുന്നത്. 1952 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം 1952 മെയ് 6 ഔദ്യോഗികമായി ഇന്ത്യയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1957 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം 2ാം തവണയും അദ്ദേഹം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1962 ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. ലോക അപൂർവ രോഗദിനം, വേൾഡ് റെയർ ഡിസീസ് ഡേ. ഫെബ്രുവരി മാസത്തിലെ അവസാന ദിവസം ലോക അപൂർവ രോഗദിനമായി ആചരിക്കുന്നു. അപൂർവ രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അത്തരം രോഗങ്ങൾ ബാധിച്ചവർക്ക് സേവനവും പിന്തുണയും ഉറപ്പാക്കുന്നതിനും ആയാണ് ഈ ദിവസം ആചരിക്കുന്നത്.
2026 അപൂർവ രോഗദിനാചരണം ഫെബ്രുവരി 28-നാണ്. 2008 ഫെബ്രുവരി 29-ന് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ റയർ ഡിസീസ് എന്ന സംഘടനയാണ് ഈ ദിനം ആദ്യമായി സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 29 എന്നത് അപൂർവ ദിനം ആയതിനാൽ കൂടിയാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. വളരെ കുറഞ്ഞ ആളുകളിൽ മാത്രം കാണുന്ന രോഗങ്ങളെയാണ് അപൂർവ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏകദേശം 7000-ലധികം അപൂർവ രോഗങ്ങളുള്ളതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോകമെമ്പാടും 30 കോടിയിലധികം ജനങ്ങൾ ഇത്തരം രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നു. മിക്ക അപൂർവ രോഗങ്ങൾക്കും ശരിയായ ചികിത്സയില്ല. ലഭ്യമായാൽ തന്നെ അതിഭയങ്കരമായ ചെലവേറിയതും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതുമാണ്. അപൂർവ രോഗങ്ങൾ ബാധിക്കുന്നത് 80% കുഞ്ഞുങ്ങളിലാണ്. അവയിൽ ഏറെയും ജനിതക രോഗങ്ങളായതിനാൽ നേരത്തെ തിരിച്ചറിഞ്ഞ് മുൻകരുതലെടുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇന്നസെൻ്റ് ജന്മദിനം. 5 പതിറ്റാണ്ടിലേറെക്കാലം നർമ്മവും ഗൗരവവും നിറഞ്ഞ വിവിധ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്ന സിനിമാ താരവും ലോക്സഭാ എംപിയുമായിരുന്ന ഇന്നസെൻ്റ് 1948 ഫെബ്രുവരി 28-ന് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു. ഇന്നസെൻ്റ് വറീദ് തെക്കേത്തല എന്നാണ് മുഴുവൻ പേര്. 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ 750-ലധികം സിനിമകളിൽ അഭിനയിച്ചു. 2014 മുതൽ 19 വരെ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭ എംപിയായി. 2013 ഉണ്ടായ അർബുദബാധയെ ചിരിച്ചുകൊണ്ട് നേരിടുകയും അക്കാലത്തെ അനുഭവങ്ങൾ കോർത്തിണക്കി ക്യാൻസർ വാർഡിലെ ചിരി എന്ന പ്രസിദ്ധമായ കൃതി രചിക്കുകയും ചെയ്തു. ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും, ഞാൻ ഇന്നസെൻ്റ് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ്. 2023 മാർച്ച് 26-ന് അദ്ദേഹം അന്തരിച്ചു.